ജാമ്യം തള്ളാനുള്ള ഒരു സാഹചര്യമാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരമാവധി ജയിലിൽ കിടക്കും. അത് മാത്രവുമല്ല, കുറ്റം ഇതിപ്പോൾ റിമാൻഡ് കഴിഞ്ഞു, നമുക്ക് ഇറങ്ങാൻ പറ്റും, ജാമ്യത്തിൽ ഇറങ്ങാം. അത് കഴിഞ്ഞതിന് ശേഷം കുറ്റം തെളിയിച്ച് കൊണ്ടുവരുമ്പോൾ നല്ല എത്രയെങ്കിലും ഒരു 10 വർഷത്തെ ശിക്ഷയാണ് ഷിംജിതയ്ക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. 10 വർഷത്തോളം കിട്ടാം. അപ്പോൾ ഈ ശിക്ഷയും കൂടി നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് സ്ത്രീകൾ മനസ്സിലാക്കുക, ഒരു ക്യാമറ ഇരിക്കുന്നു, ഒരു മൊബൈൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആരുടെയും എന്തും തോന്നിയവാസവും കാണിക്കാമെന്ന് വിചാരിച്ചാൽ ഇതുപോലെ 8ന്റെ പണി കിട്ടും. ഇനി അത് മാത്രമല്ല, KB ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട്, ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റിനും ബാധകം തന്നെയാണ്. അപ്പോൾ ബസ്സിൽ ഇനി ഒരു കാരണവശാലും ഇതുപോലുള്ള പെൺകുട്ടികളുടെ റീൽസ് അനുവദിക്കില്ല. അത് ശ്രദ്ധിക്കണം മെയിനായിട്ട്. പിന്നെ അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഫാമിലിയോ സുഹൃത്തുക്കളോ റീൽസ് എടുത്തോ, അത് KSRTCക്ക് വിഷയമല്ല. അപ്പോൾ മറ്റുള്ളവരുടെ, നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തവരുടെ അവരുടെ പ്രൈവസി അത് അവർക്കുള്ളതാണ്. അതിൽ കയറി നിങ്ങൾ ഇടപെടാൻ നിൽക്കരുത്. 8ന്റെ പണി വാങ്ങിക്കും, സംഘടനയും 16ന്റെ പണി തരും. ഒരു മാറ്റമില്ല.